പിന്നെയും നാം ദൈവവചന പഠനത്തിനായിട്ട് തിരുസന്നിധിയിലേക്ക് നാം അടുത്തു വന്നിരിക്കുന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായമാണ് തുടർമാനമായി നമ്മൾ ചിന്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 12-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന്റെ 11-ാം വാക്യം തൊട്ട് നമുക്ക് ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദവർത്തി വായിക്കും. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. ഇത് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചതായതുകൊണ്ട് അതിനകത്തോട്ട് അധികം വരുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എങ്കിലും പഠിച്ച ഇത്രയും ഒരു കാര്യം നമ്മുടെ എല്ലാം ഓർമ്മയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, നമുക്കെല്ലാം വരം നൽകുന്ന പരിശുദ്ധാത്മാവ് അവൻ ഒരുവനാണ്. ആ പരിശുദ്ധാത്മാവിനാലാണ് എല്ലാ വരങ്ങളും നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വരങ്ങളെല്ലാം ദൈവസഭയുടെ എഡിഫിക്കേഷന്, ദൈവസഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഈ വരങ്ങളെല്ലാം നാം ഉപയോഗിക്കേണ്ടത്. എന്നാൽ 12-ാം വാക്യം തൊട്ട് പൗലോസ് വളരെ പ്രധാനപ്പെട്ട ഒരു മർമ്മം ദൈവസഭയ്ക്ക് കൈമാറുന്നത്, ദൈവസഭ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ കൃപാവരങ്ങൾ നൽകപ്പെട്ടിട്ടുള്ള ദൈവസഭയിൽ അംഗങ്ങളായ ഓരോ വ്യക്തികളും ദൈവസഭയുടെ അവയവങ്ങളാണ്, ദൈവിക ശരീരത്തിന്റെ ആ ബോഡിയുടെ അവയവങ്ങളാണെന്നുള്ള ഒരു വലിയ മർമ്മമാണ് പൗലോസ് 12-ാമത്തെ വാക്യത്തിൽ നമ്മളോട് പറയുന്നത്. അത് വളരെ ആഴത്തിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരു വാക്യമാണ്. അത് തൊട്ട് 12 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമുക്കിന്ന് ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 12-ാം വാക്യം ഒന്ന് വായിക്കാം. ശരീരം ഒന്നും അതിന് അവയവം പലതും, ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവുമായിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തുവും. ഇപ്പൊ ഇവിടെ ഇതിന്റെ ലോജിക്ക് യൂണിറ്റി, വൺ ബോഡി, ഇതാണ് നാം ഈ വാക്യത്തിൽ കാണുന്നത്. എന്നാൽ ഇതിന് ഡൈവേഴ്സിറ്റി ഉണ്ട്. ഓരോ ഓർഗൻസ് പോലെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഓർഗൻസ് ഉണ്ട്. ഈ ഓർഗൻസ് എല്ലാം കൂടെ ചേരുന്നതാണ് ശരീരം. അപ്പൊ അതുപോലെ ഈ ശരീരത്തെക്കുറിച്ച്, ദൈവസഭയെക്കുറിച്ച് പൗലോസ് പറയുന്നത്, നിങ്ങളെല്ലാം ഇതുപോലെ അവയവങ്ങളെല്ലാം കൂടി ചേരുന്നതാണ്. അപ്പൊ അതിന് 1-2 ഉദാഹരണങ്ങൾ പൗലോസ് അപ്പോസ്തല പ്രവൃത്തികൾ അതിന്റെ 9-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തില് നമ്മൾ പൗലോസിനെ ദൈവം പിടിക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെയായിരിക്കുന്ന, സോൾ, വൈ ആർ യു പെർസിക്യൂട്ടിങ് മീ? അപ്പം ഈ ശരീരത്തെയാണ് പൗലോസ് അതുവരെ പെർസിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ശബ്ദം തനിങ്ങനെ കേൾക്കുവാനായിട്ടിടയായി, വൈ ആർ യു പെർസിക്യൂട്ടിങ് മീ? ദൈവിക ചർച്ചനെയല്ല, അല്ലെങ്കിൽ സഭയല്ല. അവിടുത്തെ ചോദ്യം വളരെ ക്ലിയർ ആയിട്ട്, സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നു, വൈ ആർ യു പെർസിക്യൂട്ടിങ് മീ? അതുപോലെ തന്നെ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം ഒന്ന് വായിക്കാം. അവിടെ നാം കാണുന്നത്, ചർച്ച് ഈസ് ഹിസ് ബോഡി, the fullness of him who fills all in all. സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ അധികാരവും അതോറിറ്റി എല്ലാം ദൈവസഭയ്ക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നാം എല്ലാം ഈ അധികാരത്തിനകത്തുള്ള ആ ദൈവസഭയുടെ ദൈവസഭയാകുന്ന ശരീരത്തിന്റെ ഓർഗൻസ് ആണ്, ഭാഗങ്ങളാണ്. ആരാണ് ഈ സഭയുടെ തല എന്നുള്ളത് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ 18-ാം വാക്യത്തിൽ നമുക്ക് കാണാം. ക്രിസ്തുവാകുന്നു ഈ സഭയുടെ തല. ഒന്ന് വായിച്ച കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിനും താൻ മുമ്പനായിരിക്കേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. അപ്പോൾ ക്രിസ്തുവാകുന്ന തല, നാം ഓരോരുത്തരുമാകുന്ന ശരീരം, ഇതാണ് ദൈവസഭയുടെ ഒരു നല്ല പിക്ചർ പൗലോസ് ഇവിടെ വരച്ച് കാണിക്കുന്നത്. ഇത് നാം കേൾക്കുമ്പോൾ നമ്മുടെ സഭകളെയും നാം ഓരോരുത്തരും ആ ഒരു ചിന്താഗതിയിലാണോ ദൈവസഭയിലായിരിക്കുന്നതെന്നുള്ള വലിയൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കണം. കാര്യം നമ്മളെ ഓരോരുത്തരെയും ദൈവം കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മൾ വിളി എന്താണെന്ന് ചോദിച്ചാൽ ഈ സഭയുടെ അവയവങ്ങളായിട്ടിരിക്കുക എന്നുള്ളതാണ്.
പലപ്പോഴും പല പൊസിഷൻസിന് നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. എന്നാൽ അതിലെല്ലാം ഉപരിയായി ക്രിസ്തുവാകുന്ന തലയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു ശരീരത്തിന്റെ അവയവങ്ങളാണ്, ഓർഗൻസ് ആണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത്. തുടർന്ന് നാം ഓരോ ഓഫീസസിനെ കുറിച്ചൊക്കെ നാം പഠിക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം നാം എപ്പോഴും ചിന്തിക്കണം, ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർമ്മിപ്പിച്ചതുപോലെ 19 കൃപാവരങ്ങൾ പല ബുക്കുകളിലായിട്ട് പൗലോസിന്റെ ലേഖനങ്ങളിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നു. ഈ കൃപാവരങ്ങളെല്ലാം ലഭിച്ച ഒരു സഭയുമില്ല, ഈ കൃപാവരങ്ങളെല്ലാം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുമില്ല. അത് ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ എല്ലാ കൃപാവരങ്ങളും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ബാക്കി എല്ലാ സഭകളിലും ഓരോ കൃപാവരങ്ങൾക്കൊക്കെ പോരായ്മകൾ ഉണ്ടായിരുന്നു. എന്നാൽ ചില കൃപാവരങ്ങൾ ആ സഭകളിൽ നൽകപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് ഞാൻ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, അതാത് സഭകൾക്കും അതാത് സ്ഥലത്തും ആവശ്യമുള്ള കൃപാവരങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെട്ടിട്ടുള്ളതാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ വില്ലിലും പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക പ്ലാനിലും പർപ്പസിലുമാണ് ഈ കൃപാവരങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നതെന്നുള്ള കാര്യം നാം എപ്പോഴും മനസ്സിലാക്കണം. അതുകൊണ്ട് കൃപാവരങ്ങൾ ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നാം അധികം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കൂടുതലുള്ളതിനെ കുറിച്ച് നാം ഒരുപാട് ബോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യവും ഈ ഭാഗത്തിൽ നാം ഓർക്കേണ്ടതാണ്. പൗലോസ് ആ വാക്യത്തിലൂടെ പറയുന്ന ഒരു കാര്യം, ചർച്ച് ഈസ് നോട്ട് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇത് ക്രിസ്തുവിന്റെ ശരീരമാകുന്നു. ഇനി 13ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ഈ 12ാമത്തെ വാക്യം തൊട്ട് 27ാമത്തെ വാക്യം വരെ നാം നോക്കുമ്പോൾ ഈ ശരീരം, ഏക ശരീരം എന്നുള്ള ആ പദം ഏതാണ്ട് 18 പ്രാവശ്യത്തോളം ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 13ാമത്തെ വാക്യത്തില് പറയുന്ന ഒന്ന് രണ്ട് കാര്യം, ഒരേ ആത്മാവിൽ നിന്ന് കുടിച്ചു, ഒരേ ആത്മാവിൽ നിന്ന് പാനം ചെയ്തു. നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. ഈ പദം ഒന്ന് ശ്രദ്ധിക്കണം, ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റു, സ്പിരിറ്റ് ബാപ്റ്റിസം. ഒന്ന് രണ്ട് വാക്യങ്ങൾ ഇതിനോട് ചേർന്ന് നമുക്ക് വായിച്ചിട്ട് എന്താണ് സ്പിരിറ്റ് ബാപ്റ്റിസം, എന്താണ് ഇതിനെക്കുറിച്ച് പൗലോസ് ആഗ്രഹിക്കുന്നത്, എത്ര ബാപ്റ്റിസം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാം. ഒന്ന് രണ്ട് വാക്യങ്ങളൊന്ന് വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ആദ്യമായിട്ട് വായിക്കാം. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേയുള്ളൂ, എന്നാൽ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. അപ്പൊ ഈ സ്നാനത്തെ കുറിച്ച് പറയുന്നത് യോഹന്നാന്റെ സ്നാനമല്ല. യോഹന്നാൻ പറയുന്നു യേശു ക്രിസ്തു നിങ്ങളെ സ്നാനപ്പെടുത്തും. അപ്പൊ ഇവിടെ ബാപ്റ്റിസം ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിലുള്ള യേശു ക്രിസ്തു സ്നാനപ്പെടുത്തുന്ന ആ സ്നാനത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊരു ജലസ്നാനത്തെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹു ഇമേഴ്സ്ഡ് ഈച്ച് ബിലീവേഴ്സ് വിത്ത് ദ സ്പിരിറ്റ് ഇൻ ടു യൂണിറ്റി വിത്ത് ഓൾ അതർ ബിലീവേഴ്സ്. ഈ റോമാലേഖനം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിൽ അതുകൊണ്ട് വായിക്കാം. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഈ സ്നാനത്തെ കുറിച്ച് പറയുന്നത് അവന്റെ മരണ പുനരുദ്ധാനത്തിൽ പങ്കാളികളാകുവാൻ വേണ്ടിയിട്ട് ഏറ്റ ഒരു സ്നാനത്തെ കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. എഫേസ്യ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 4, 5, 6 വാക്യങ്ങൾ വായിക്കും. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അപ്പൊ ഇവിടെ പറയുന്നു സ്നാനം ഒന്ന്, ആത്മാവ് ഒന്ന്. അപ്പൊ ഈ എല്ലാം ഒരു യൂണിറ്റിയിലേക്കാണ് നമ്മളെ കൊണ്ടുവരുന്നത്. അപ്പൊ നമുക്ക് ചിന്തിക്കാം, ഈ സ്നാനം ഒന്ന് എന്നുള്ള വാക്യത്തിൽ പലപ്പോഴും പലരും ഇങ്ങനെ വാദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ശിശു സ്നാനം, അപ്പൊ അത് മാത്രം പോരായോ? പലതരത്തിലുള്ള സ്നാനങ്ങളുണ്ടല്ലോ,
അപ്പോൾ ആ സ്നാനം പോരായോ എന്നൊക്കെയുള്ള ചോദ്യം നമുക്ക് വരാം. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഈ പറയുന്ന സ്നാനം ഏത് സ്നാനമാണെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിനോട് ചേരുവാനായിട്ട് യേശുക്രിസ്തുവിനാൽ ഏൽക്കുന്ന സ്നാനം. ജലത്താലുള്ള സ്നാനത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. യേശുക്രിസ്തുവിനോടുകൂടെ ചേരുവാനായിട്ട് യേശുക്രിസ്തു സ്നാനം കഴിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ നാം കാണുന്നത്. അതുപോലെ തന്നെ ഒന്ന് രണ്ട് വാക്യങ്ങളിലൂടെ വായിക്കാനായിട്ട് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലും 1-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം. ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. അപ്പം ദൈവം നമ്മളെ വിളിച്ച വിളി എന്ന് പറഞ്ഞാല് ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. രക്ഷിക്കപ്പെട്ട എല്ലാ വ്യക്തികളിലും ഈ ആത്മാവിനാലുള്ള സ്നാനം നടക്കുന്നു. ഇത് ഞാനൊരു ഹോളി സ്പിരിറ്റ് ഔട്ട് പോറിങ്ങിനെ കുറിച്ചല്ല പറയുന്നത്. രക്ഷിക്കപ്പെട്ട വ്യക്തികളിലൊക്കെ പരിശുദ്ധാത്മാവിനാൽ നാം എല്ലാവരും മുദ്ര ചെയ്തിട്ടുള്ളവരാണ്. നമ്മുടെ രക്ഷയിലൂടെ തന്നെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ രക്ഷ, ഈ പരിശുദ്ധാത്മാവാണ് നമ്മളെ മുദ്രയിടുന്നത്. ഈ പരിശുദ്ധാത്മാവാണ് സകല സത്യത്തിലും നീതിയിലും നമ്മളെ വഴി നടത്തുന്നത്. ഈ പരിശുദ്ധാത്മാവിനാൽ നാം ഓരോരുത്തരും സ്നാനമേറ്റവരാണ്. ഇത് രക്ഷിക്കപ്പെട്ടവർക്ക് ദൈവം തരുന്ന ഒരു പ്രോമിസ് ആണ്, ദൈവത്തിന്റെ പ്രോമിസ് ആണ് ഈ പരിശുദ്ധാത്മാവ് എന്നുള്ളത്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഈ വാക്യം നിന്ന് അടുത്ത വാക്യത്തിലേക്ക് കിടക്കാം. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവാലും നമുക്ക് സാക്ഷീകരിക്കുന്നു. അപ്പം ഈ ഒന്നുകൂടെ വായിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷീകരിക്കുന്നു. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ ലഭിച്ച ഒരു വ്യക്തിക്ക് അവർക്ക് ഒരു ജയജീവിതം നയിക്കുവാൻ, ഓരോ ദിവസവും ജയോത്സവമായി അവരെ നടത്തുവാൻ വേണ്ടിയിട്ട് ഒരാത്മാവിനെ, രക്ഷിക്കപ്പെടുന്ന ഓരോ വ്യക്തികൾക്കും ഈ ഒരാത്മാവിനെ ദൈവം അവരുടെ ഉള്ളിലാക്കിയിട്ടുണ്ട്. ഈ ആത്മാവിനാലാണ് നമുക്ക് എല്ലായിടവും ജയോത്സവമായിട്ട് നടക്കുവാനായിട്ട് കഴിയുന്നത്. ഇനി 14-ാം വാക്യത്തിലേക്ക് ഒന്ന് കൊരിന്ത്യർ ലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് മടങ്ങി വരാം. 14-15 വാക്യങ്ങൾ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ നാം പല വാക്യങ്ങളും ചിന്തിച്ചത് ഇതൊരു ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ടാണ്. ബോഡി ഡസ് നോട്ട് കൺസിസ്റ്റ് ഓൺ മെമ്പർ ബട്ട് ഓഫ് മെനി. വായിച്ചോ. 14-15 വാക്യങ്ങൾ. ശരീരം ഒരവയവമല്ല, പലതത്രേ. ഞാൻ കൈ അല്ലായക കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ശരീരം ഒരവയവമല്ല, പലരത്രേ. അപ്പം ബോഡി ഫങ്ഷൻസ് റിക്വയർ അതിനൊരു ഡിഫറെന്റ് പീപ്പിൾ. അപ്പൊ ഒരുപാട് ആൾക്കാർ ചേർന്നതാണ് ഈ ശരീരം. ഇപ്പൊ ദൈവസഭയെന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു പെർഫോമൻസോ അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല. ഇതെല്ലാം കൂടെ ചേർന്നതിന് ശേഷം മാത്രമേ ഒരു സഭയായിട്ട് വരത്തുള്ളൂ. ഇവിടെ രണ്ട് മെയിനായിട്ടുള്ള പോയിന്റാണ് പൗലോസ്, 2 എറേഴ്സ് ആണ് പൗലോസ് ഇവിടെ ഇവരുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത്. ഒന്ന്, എൻവി. പലർക്കും ഐ ആം നോട്ട് പാർട്ട് ഓഫ് ദ ബോഡി ബിക്കോസ് ഐ ആം നോട്ട് ലൈക്ക് ദാറ്റ് പാർട്ട്. അപ്പം എല്ലാവർക്കും ഒരേ നേച്ചറാണ്, അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ ഇരുന്നെങ്കിൽ എല്ലാവർക്കും ഒരേ ക്യാരക്ടറാണ്, അതാണെങ്കിൽ ഒരു ശരീരമാകുന്നില്ല. എല്ലാവരും വ്യത്യസ്തരായ ആൾക്കാരെ ഒരുമിച്ചാണ് ദൈവം ഒരു സഭയാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ സഭയായിട്ട് നിർത്തുന്നത്. രണ്ട് തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് ഉണ്ടാകുന്നത്. ഒന്ന്, ഒരു എൻവി മറ്റുള്ളവരോട് തോന്നാം, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരുടെ കൂട്ടല്ല, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഞാൻ വ്യത്യസ്തനാണ് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകാം. രണ്ട്, ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം, പ്രൈഡാണ്. എനിക്ക് ഇവരെയും കൊണ്ട് ആവശ്യമില്ല എന്നുള്ളൊരു തോന്നൽ. നമ്മുടെ സഭയുമായിട്ടൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ പലരും ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും, പലരെയും ഡീൽ ചെയ്യുന്നത് അല്പം ചലഞ്ചിങ് ആയിരിക്കാം. പക്ഷെ അപ്പം നമ്മുടെ മനസ്സിനകത്ത് പെട്ടെന്ന് വരുന്നൊരു ചിന്ത, ഇവരില്ലായിരുന്നേ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഈ സഭയ്ക്ക് ഇങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റിയുടെ ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ പലപ്പോഴും
നമുക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഈ കൊരിന്ത്യ സഭയിലും അതേ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ രണ്ട് പ്രോബ്ലംസും പൗലോസ് അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നിങ്ങളെല്ലാം ഒരു ശരീരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് വ്യത്യസ്തമായ ഫങ്ഷൻസ് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഒരു കാരണവശാലും മറ്റുള്ളവരെ പോലെ അല്ല ഞാൻ ബിഹേവ് ചെയ്യുന്നത്, മറ്റുള്ളവരെ പോലെ ഉള്ള ടാലൻസ് ഒന്നും അല്ല എനിക്കുള്ളത് എന്ന് വിചാരിച്ച് ഞാൻ ആ സഭയുടെ ഭാഗമല്ലെന്ന് ചിന്തിക്കരുത്. അതേപോലെ തന്നെ മറ്റൊരാളെ കുറിച്ച് ഇദ്ദേഹത്തിന് ഈ സഭയിൽ ആവശ്യമില്ല എന്നുള്ളൊരു ചിന്തയും നമ്മുടെ അകത്ത് ഉണ്ടാകരുത്. അപ്പോൾ പ്രൈഡും എൻവിയും ഈ രണ്ട് കാര്യങ്ങളും ദൈവസഭയിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല. അപ്പൊ ഈ യൂണിഫോമിറ്റി ഈസ് നോട്ട് യൂണിറ്റി. അപ്പം നമ്മൾ പലപ്പോഴും ഈ യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട്, അത് 17ാമത്തെ വാക്യത്തിൽ വരുന്നുണ്ട്, അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചിന്തിക്കാം. നാം ഒരുപാട് അങ്ങ് യൂണിഫോമിറ്റി അങ്ങ് എംഫസൈസ് ചെയ്യാറുണ്ട് പല പെന്റക്കോസ്റ്റൽ ചർച്ചസിലും. നമ്മൾ പൊതുവായിട്ടും അതും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യവും പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അതിന്റെ അതാണ് ഇവിടെ കാണുന്നത്. ഈ ഫുഡ് ഷുഡ് സേ, ബിക്കോസ് ഐ ആം നോട്ട് എ ഹാൻഡ് ഐ ഡു നോട്ട് ബിലോങ് ടു ദ ബോഡി. ഇപ്പൊ ഒരാള് ചിന്തിക്കുകയാണ് ബാക്കിയുള്ളവർക്കെല്ലാം പാടാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ അവർക്കൊക്കെ സ്റ്റേജിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ട്, ഇപ്പൊ എനിക്ക് അങ്ങനെയുള്ള കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല ഐ എം നോട്ട് പാർട്ട് ഓഫ് ദാറ്റ് ബോഡി. അപ്പൊ എന്നെ ദൈവം അവിടെ ആക്കിയിരിക്കുന്നതിനകത്ത് ഒരു സ്പെസിഫിക് ഒരു ചർച്ചിലാക്കിയിരിക്കുന്നതിനകത്ത് ഒരു സ്പെസിഫിക് പർപ്പസ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഞാൻ ഒരിക്കലും മറ്റുള്ളവരെ അനുകരിക്കാനും ശ്രമിക്കേണ്ട കാര്യം എനിക്കില്ല. അപ്പൊ ഓരോരുത്തരെയും വ്യത്യസ്തരായിട്ടാണ് ദൈവസഭയിൽ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാകേണ്ട കാര്യമില്ല, കമ്പാരിസൺ ഉണ്ടാകേണ്ട കാര്യമില്ല. The crisis of identity is rooted in comparison rather than calling. ഇപ്പൊ എന്നെ ദൈവം എന്തിനു വേണ്ടിയിട്ട് വിളിച്ചിട്ടുള്ളത്? ഇപ്പം ഓരോരുത്തരുടെയും മെസ്സേജും ഓരോരുത്തരുടെയും സ്റ്റൈലും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ദൈവത്തിന് വളരെ ആക്യുറേറ്റ് ആയിട്ട്, ദൈവത്തിന് വളരെ സ്പെസിഫിക് ആയിട്ട് അറിയാം ഇന്ന വ്യക്തിയാണ് ഈ ചർച്ചിന് ബെസ്റ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യാൻ ഇന്ന വ്യക്തിയാണ് ഈ സഭയിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആളെന്ന് ദൈവം കണ്ടതുകൊണ്ടാണ് നിങ്ങളെ പലപ്പോഴും ആ പൊസിഷനിലാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു ക്വാളിറ്റിയൊക്കെ ദൈവം ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് കണ്ടുകൊണ്ട് നിങ്ങളെ ഒരു സ്ഥാനത്താക്കിയിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ ആ കോളിങ്ങിൽ നിന്ന് നാം പുറകോട്ട് പോകുവാനായിട്ട് ഇടയാകും. നമ്മൾ ഒരിക്കലും ദൈവസഭയിൽ കമ്പയർ ചെയ്യരുത്, കമ്പാരിസൺ ഒരിക്കലും ആവശ്യമില്ല. അതുപോലെ നമുക്ക് എന്തോ കുറവുണ്ടെന്ന് നാം ചിന്തിക്കുകയും വേണ്ട. ഇതൊക്കെയാണ് ഈ 16 വാക്യങ്ങളിൽ നാം കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. 17ാമത്തെ വാക്യം, ഇത് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. 17ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണം എവിടെ? മുഴുവൻ ശ്രവണം ആയാൽ ഘ്രാണം എവിടെ? നമ്മൾ പലപ്പോഴും പ്രത്യേകിച്ച് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ വാശി പിടിക്കാറുണ്ട്, എല്ലാവരും ഒരുപോലെ ഇരിക്കണം, എല്ലാവർക്കും ഒരുപോലുള്ള ഡ്രസ്സ്, വെള്ളം എങ്കിൽ വെള്ളം, മുഖമൊക്കെ ഒരുപോലെ ഇരിക്കണം. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ അങ്ങ് വാശി പിടിക്കാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പൗലോസ് പറയാണ് വ്യത്യസ്തരായിട്ട് ഉള്ള ആൾക്കാരെ നമുക്ക് അംഗീകരിക്കാനായിട്ട് പറ്റണം. എപ്പോഴും വാശി പിടിക്കരുത്, എല്ലാവരും ഒരേ ഡിസിപ്ലിനായിട്ട്. ഞാൻ കണ്ടിട്ടുണ്ട് പല ചർച്ചസിലും, പ്രത്യേകിച്ചും ഈ കൊറിയൻ ചർച്ചസിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്. എല്ലാവർക്കും ഒരേ ഡ്രസ്സ്, എല്ലാവരും ഒരേപോലെ ഇരിക്കുന്നു, എല്ലാവരും ഇങ്ങനെ ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഐഡന്റിറ്റിക്കൽ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ദൈവസഭയുടെ ഒരു പിക്ചർ പൗലോസ് ഇവിടെ വരച്ച് കാണിക്കുന്നത് ഇതല്ല. ഒരു വ്യത്യസ്തരായ ആൾക്കാർ ഒരുമിച്ചിരിക്കുന്നു, ഹല്ലേലൂയ, ഒരേ ബോഡിയായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു, ഡിഫറെന്റ് ഫങ്ഷൻസ് ചെയ്യുന്നു. പക്ഷെ ഇതിലെല്ലാം എന്ത് സംഭവിക്കുന്നു? അൾട്ടിമേറ്റ്ലി പുത്രൻ ഗ്ലോറിഫൈ ആകുന്നു. അന്നേരമാണ് അതൊരു സഭയായി മാറുന്നത്. അല്ലാതെ എല്ലാവരും യൂണിഫോമായിട്ടല്ല, സ്കൂളിലെ യൂണിഫോം ഇട്ടേക്കുന്നത് പോലെ എല്ലാവരും യൂണിഫോം ഒക്കെ ഇട്ട് ഇങ്ങനെ വന്നിരിക്കുന്നു. എന്നിട്ട് ഈ അൾട്ടിമേറ്റ്ലി ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ല. ഞാൻ ഈ ആരാധനയുടെ കാര്യമല്ല പറയുന്നത്, നമ്മൾ ചെയ്യുന്നതിലൂടെ എല്ലാം
പിതാവിന് മഹത്വം പോകുന്നതായിട്ട് മാറുമ്പോഴാണ് നമുക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന, ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണെന്ന്. ഹല്ലേലൂയ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യുന്നതായിട്ട് മാറും. വചന ശുശ്രൂഷയും പാട്ടും അല്ലെങ്കിൽ സാക്ഷ്യം, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്തതിന്റെ അൾട്ടിമേറ്റ് ഈ ദൈവസഭയുടെ ഒരു പർപ്പസ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിട്ട് മാറുമ്പോൾ, ദേശത്ത് സാക്ഷ്യമുള്ളതായിട്ട് മാറുമ്പോൾ, അതാണ് റിയൽ ചർച്ച്. ആലോചിച്ച് നോക്കണേ. അതെന്ന് പറയുന്ന ഞായറാഴ്ച മാത്രം നടക്കുന്ന കാര്യമല്ല. നമ്മൾ ഈ ദേശത്താക്കിയിരിക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ ദൈവസഭയുടെ ഭാഗമാണ്. ഓരോ ദിവസവും നമ്മൾ അതിൻ്റെ പാർട്ടാണ്. ഓരോ ദിവസവും നമ്മൾ, ഓരോ നിമിഷവും, ഓരോ സെക്കൻഡും നമ്മൾ ആ ഓർഗൻസ് ആണ്. ഓർഗൻസിന് ഒരിക്കലും ഞായറാഴ്ച മാത്രം ഫംഗ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുന്നത്, നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഓർഗൻ ഞാൻ സൺഡേ മാത്രമേ ഫംഗ്ഷൻ ചെയ്യൂ എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും അവസ്ഥ? ഓർഗൻസ് എല്ലാ സെക്കൻഡിലും ഫംഗ്ഷൻ ചെയ്യണമേ. ഓരോ നിമിഷവും ഓർഗൻസ് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഇവിടെ വരച്ച് കാണിക്കുന്ന, വേദപുസ്തകം വരച്ച് കാണിക്കുന്ന, പഠിപ്പിക്കുന്ന ഒരു സഭ എന്ന് പറയുന്നത് ഞായറാഴ്ച ചർച്ച അല്ല. ഞായറാഴ്ച മാത്രം വെള്ളയെടുക്കിട്ടുകൊണ്ട് വന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് മടങ്ങിപ്പോകുന്ന ഒരു ചർച്ച അല്ല. ഓരോ നിമിഷവും ആ ഡൈവേഴ്സിറ്റിയിൽ നിന്നുകൊണ്ട്, ഇതിനകത്ത് പല വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും, പല കളറുള്ളവരുണ്ടായിരിക്കണം, പല നിലവാരവും പല മെച്യൂരിറ്റി ലെവലും ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ടായിരിക്കാം, പല ടാലൻസ് ഉള്ളവരുണ്ടായിരിക്കും. ഇവരെല്ലാം ചേർന്ന് അൾട്ടിമേറ്റ്ലി ആ ദൈവസഭ ഒരു ദേശത്ത് നിൽക്കുമ്പോൾ, ആ ദേശത്തിന്റെ വിളക്കായിട്ട്, അനേകർക്ക് മാതൃകയായിട്ട്, മാതൃകയുള്ള കുടുംബങ്ങളായിട്ട്, മാതൃകയുള്ള കുഞ്ഞുങ്ങളായിട്ട്, സാക്ഷികളായിട്ട് നിലകൊള്ളുന്നതാണ് യഥാർത്ഥ ദൈവസഭ. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം. ഹല്ലേലൂയ. അതാണ് പൗലോസ് ഇവിടെ പരസ്യം കാണിച്ചിരിക്കുന്ന ഒരു കാര്യം. അതാണ് നമ്മുടെ എപ്പോഴത്തെ എല്ലാ ശ്രമം എന്ന് വെച്ചാൽ മറ്റുള്ളവരെ അനുകരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ എന്തെങ്കിലും നല്ലതൊക്കെ കാണുന്നത് അനുകരിക്കുന്നതെങ്കിൽ പോലും പലപ്പോഴും ഇതെല്ലാം അങ്ങ് മോണമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ഇതൊന്നും കാണാനായിട്ട്, സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോഴത് കാണാനായിട്ട് ഒരു ഭംഗിയില്ലാതായിട്ട് മാറുന്നു. അപ്പോൾ ദൈവത്തിന്റെ വിളിയാണ്, പരിശുദ്ധാത്മാവ് നമ്മളെ വിളിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള വിളി മനസ്സിലാക്കി അതിനനുസരിച്ച് നാം പ്രവർത്തിക്കുമ്പോഴാണ് ഇതെല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് ഫങ്ഷൻ ആയിട്ട് തീരുന്നതെന്നുള്ള കാര്യം നമ്മളോട് മറന്നു പോകരുത്. 18ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. പിന്നെയും ആ 17ാമത്തെ വാക്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അറേഞ്ച്ഡ്, പ്ലേസ്ഡ്. ഇതാരുടെയാ? ദൈവത്തിന്റെ സോവറിൻ പ്ലാനിനകത്തുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ദൈവസഭയിൽ നടന്നത്. ഹല്ലേലൂയ. അത് പറയുന്നു, അതിനകത്ത് ഒന്ന് രണ്ട് പദങ്ങൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഒന്ന്, ദൈവം അറേഞ്ച് ചെയ്തു, ദൈവം പ്ലേസ് ചെയ്തു. ഏത് ബേസിലാണ്? അക്കോർഡിംഗ് ടു ഹിസ് വിൽ, ആസ് ഹി പ്ലേസ്ഡ്. ദൈവം അറേഞ്ച് ചെയ്തു, ദൈവം പൊസിഷൻ ചെയ്തു ബോഡിയെ. ഹല്ലേലൂയ. So this call for humility, because you did not arrange yourself. നിങ്ങൾ ഇവിടെ വന്നത് നിങ്ങളായിട്ട് വന്നതല്ല. നമ്മൾ സാക്ഷിയൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു, ഒരുപാട് ഞാനുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ഓർക്കസ്ട്രേറ്റ് ചെയ്തത്, ഇതെല്ലാം പ്ലാൻ ചെയ്തത് ദൈവമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ട 4 ഗുണങ്ങളെ കുറിച്ച് ഇവിടെ ചിന്തിക്കുക. ഒന്ന്, ദിസ് കോൾ ഫോർ ഹ്യൂമിലിറ്റി. 2, നമുക്കൊരു കണ്ടന്റ്മെന്റ് വേണം. നമ്മൾ ഇതിനകത്ത് സംതൃപ്തരായിരിക്കണം. ദൈവത്തിന്റെ വിളി എന്താണെന്നുള്ള, ഇപ്പൊ എനിക്ക് സഹായം ചെയ്യാനാണ് ദൈവം എന്നെ വിളിച്ചതെങ്കിൽ അതിനകത്ത് ഞാൻ കണ്ടന്റഡ് ആയിരിക്കണം. കാര്യം പാസ്റ്റർ അല്ല തീരുമാനിച്ചത്, ഇവിടുത്തെ നേതാക്കന്മാരല്ല തീരുമാനിച്ചത്, കമ്മിറ്റി അല്ല തീരുമാനിച്ചത്. ഈ വിളി വന്നത് ദൈവത്തിൽ നിന്നാണ്. ഇതിനകത്ത് ഞാൻ കണ്ടന്റഡ് അല്ലെങ്കിൽ ഞാൻ മറുതലിക്കുന്നത് ഇവിടെ ഉള്ള വ്യക്തികളോടല്ല, ഞാൻ മറുതലിക്കുന്നത് ദൈവത്തോടാണ്. അപ്പൊ ദൈവം എന്നെ എന്തിനു വിളിച്ചു എന്നുള്ളതിന്റെ കാര്യത്തിൽ ഞാൻ കണ്ടന്റഡ് ആയിരിക്കണം. 3ാമത്തെ ഒരു ക്വാളിറ്റി നമുക്ക് വേണ്ട, നമുക്ക് അതിനകത്തൊരു കോൺഫിഡൻസ് വേണം. നാം എന്നെ വിളിച്ച ഒരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ
എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രസ്ഥാനവുമല്ല എന്നെ ആക്കിയത് ദൈവമാണ്. അപ്പൊ അത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ശക്തമായിട്ട് ഏത് ശുശ്രൂഷയാണെങ്കിലും അത് ചെയ്യാനായിട്ടുള്ള ഒരു പ്രാഗൽഭ്യവും ഈ വിളിയിലൂടെ ദൈവം നമുക്ക് തരുന്നുണ്ട്. നാലാമത്തെ ഒരു ക്വാളിറ്റി നമുക്ക് വേണ്ടത് സ്റ്റുവാർഡ്ഷിപ്പാണ്. യു ആർ റെസ്പോൺസിബിൾ ഫോർ വേർ യു ഹാവ് ബീൻ പ്ലേസ്ഡ്. നിങ്ങളെ വിളിച്ച സ്ഥലത്ത് നിങ്ങൾ കാണിക്കേണ്ട ഒരു സ്റ്റുവാർഡ്ഷിപ്പ് ഉണ്ട്. ആ കാര്യത്തിൽ നിങ്ങൾ റെസ്പോൺസിബിൾ ആയിരിക്കണം. ഒരാളെ ചിലപ്പം ദൈവസഭയിൽ കൊണ്ടുവരുന്നവരായിരിക്കും, സഹായം ചെയ്യാനായിരിക്കാം, കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതിനകത്തായിരിക്കാം, അല്ലെങ്കിൽ വർഷിപ്പ് അതിന് വേണ്ടിയിട്ടായിരിക്കാം, ആൾക്കാരെ ഉത്സാഹിപ്പിക്കുന്നതിലായിരിക്കാം, തളർന്നിരിക്കുന്നവരെ ഒന്ന് താങ്ങുന്നതിലായിരിക്കാം. ഏത് തരത്തിലാണെങ്കിലും, അല്ലെങ്കിൽ ചർച്ചിന്റെ ക്രമീകരണങ്ങൾ അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നതിനകത്തായിരിക്കാം, കാര്യങ്ങളെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുന്നതിനകത്തായിരിക്കാം, പരസ്പരമുള്ള വിഷയങ്ങൾ തീർക്കുന്നതിനകത്തായിരിക്കും, ഏതിനകത്താണെങ്കിലും ദൈവം നിങ്ങളെ വിളിച്ചതിനകത്ത് ഈ 4 ക്വാളിറ്റീസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഒന്ന്, നമുക്കൊരു ഹ്യൂമിലിറ്റി ഉണ്ടാകണം. നമുക്ക് ഏത് കൃപാവരം തന്നിട്ടുണ്ടെങ്കിലും അത് ദൈവമാണ് തന്നത്, അത് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ടായിരിക്കണം. അൾട്ടിമേറ്റ്ലി ഇതെല്ലാം കഴിയുമ്പോൾ മറ്റുള്ളവർ കർത്താവിനെ ഉയർത്തുമ്പോൾ നമ്മളെയല്ല ഉയർത്തേണ്ടത്. 2, അതിനകത്തൊരു കണ്ടന്റ്മെന്റ് വേണം. 3, അതിനകത്തൊരു കോൺഫിഡൻസ് വേണം. 4, ഒരു സ്റ്റുവാർഡ്ഷിപ്പ് ദൈവം നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഒന്ന് വായിക്കാം. എന്നാൽ ഓരോരുത്തനെ കർത്താവ് വിഭാഗിച്ചു കൊടുത്തതുപോലെയും ഓരോരുത്തനെ ദൈവം വിളിച്ചതുപോലെയും അവനവൻ നടക്കട്ടെ. അപ്പം ഓരോരുത്തന് കർത്താവ് വിഭാഗിച്ചു കൊടുത്തതുപോലെയും ഓരോരുത്തനെ വിളിച്ചതുപോലെയും അവൻ നടക്കട്ടെ. Let each person lead this life that the Lord has assigned to him. മറ്റുള്ളവരെ കണ്ടല്ല പഠിക്കേണ്ടത്, പാസ്റ്ററിനെ കണ്ടല്ല പഠിക്കേണ്ടത്, കൂടെ ഉള്ളവരെ കണ്ടല്ല പഠിക്കേണ്ടത്, അവര് ചെയ്യുന്നത് നോക്കിയല്ല നമ്മൾ ചെയ്യേണ്ടത്. പകരം എന്തുകൊണ്ടാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വിളിച്ചൊരു വിളിയുണ്ട്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. അതിനകത്ത് ഞാൻ റെസ്പോൺസിബിൾ ആയിരിക്കണം. കർത്താവ് ഇതെല്ലാം ഓർക്കസ്ട്രേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഓരോരുത്തടുത്ത് നമ്മളെ നിർത്തിയിട്ട് കർത്താവ് പോയേക്കാണ്. അത് കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയും തിരിഞ്ഞും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ. അപ്പൊ നമ്മളെ നിർത്തിയിരിക്കുന്നിടത്ത് നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. സങ്കീർത്തനം 139-ന്റെ 13-16 വരെയുള്ള വാക്യങ്ങളോടൊന്ന് വായിക്കും. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു, അത് എന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഭയങ്കരവും അതിശയകരമായി എന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ പിണ്ഡാകാരമായിരിക്കുമ്പോൾ തന്നെ എന്നെ കണ്ട ഒരു ദൈവം. അപ്പൊ ഇതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ പോലും നമ്മുടെ ബുദ്ധിക്ക് ഒതുങ്ങുന്ന കാര്യമല്ല. ഇതിനൊക്കെ അപ്പുറമായിട്ട് ഇപ്പൊ എത്ര വലിയൊരു പ്ലാനിങ്ങും അറേഞ്ച്മെന്റും ഒക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം ഒന്ന് ചിന്തിക്കണം. നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സാണെങ്കിലും 40 ആണെങ്കിലും 50 ആണെങ്കിലും 60 ആണെങ്കിലും 70, 80 എത്ര ആണെങ്കിലും ഇതിനകത്ത് ഈ പ്രായം വരെയും ഈ സ്ഥാനത്ത് കൊണ്ടുവരാനായിട്ട് ദൈവം ചെയ്ത പ്ലാനിങ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ദൈവത്തിന്റെ ഒരു പ്ലാനിങ്ങിന്റെ ഫലമാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത്. അങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ എത്രത്തോളം സീരിയസ് ആയിട്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ എത്രത്തോളം വിശ്വസ്തയോടുകൂടെ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ പിന്നെയും ഈ ഭാഗങ്ങളിൽ നമുക്കൊന്ന് ഓർക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യണം. ലേഖനം 2-ാം അധ്യായത്തിന്റെ വായിക്കേണ്ട 10-ാമത്തെ വാക്യം, we are created in Christ Jesus for good works which God prepared beforehand. അപ്പൊ ദൈവം നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് തന്നെ. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ച്, ഇതെല്ലാം നമ്മളായിട്ടൊന്നും ചെയ്യുന്നതല്ല. God is already prepared. ഹല്ലേലൂയ. 19-20 വാക്യങ്ങളിലേക്ക് കടന്നു വരാം. സകലവും ഒരവയവമെങ്കിൽ ശരീരം എവിടെ? എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്നു തന്നെ.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെയും നാം ആ ചിന്തിച്ച ഭാഗങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇവിടുത്തെ ഒന്ന് സ്പിരിറ്റ് സോവറിൻ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷനിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. ദിസ് ഇസ് നോട്ട് മിയർലി ആൻ ഓർഗനൈസേഷണൽ വിസ്ഡം, ഇറ്റ് ഈസ് എ തിയോളജിക്കൽ ട്രൂത്ത്. ഇതൊരു ഫാക്റ്റാണ്. കാര്യം ഡൈവേഴ്സിറ്റി ഓഫ് ദ ബോഡി ഈസ് ദ വിസിബിൾ എക്സ്പ്രഷൻ ഓഫ് സ്പിരിറ്റ് സോവറിൻ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ ഗോഡ് ഇന്റൻഷണൽ അറേഞ്ച്മെന്റ്, പിന്നെ യൂണിറ്റി ഓഫ് ഗോഡ് ഹെഡ്. ഇതെല്ലാം വരുന്നത് അൾട്ടിമേറ്റ്ലി വരുന്നത് നാം ഒരുമിച്ച് ഈ ശരീരത്തിന്റെ അവയവമായിട്ട് ഫങ്ഷൻ ചെയ്യുമ്പോഴാണ് ഈ ശരീരം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. നമ്മളെല്ലാം ഇന്ന് പലരും പരാതി പറയാറുണ്ട്, സഭകളെല്ലാം പോയി, സഭകളുടെ എല്ലാം മൂല്യം നഷ്ടപ്പെട്ടു. ഇതൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സഭകളെ കുറിച്ച് എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം പലർക്കും ഇതുവരെ വ്യക്തമായിട്ടില്ല. നമ്മള് ചിന്തിക്കുന്നത് പണ്ടുള്ള രീതികളിൽ നിന്നൊക്കെ അല്പം വ്യത്യാസം വരുമ്പോഴാണ് നമുക്ക് ഇച്ചിരി പ്രയാസമൊക്കെ ഉണ്ടാകുന്നത്. അന്നും പലപ്പോഴും നമുക്ക് ഇതുവരെ അതിന്റെ പൂർണ്ണതയോടുകൂടെ നമുക്ക് വ്യക്തമായിട്ടില്ല. നമ്മളെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന ഫങ്ഷൻ നാം ചെയ്തു തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദൈവത്തിന്റെ ബോഡി, ദൈവത്തിന്റെ ആ പ്ലാനിലുള്ള ദൈവസഭ ഫങ്ഷൻ ചെയ്യുമ്പോൾ അത് ദേശത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ഇടയാകും. അപ്പൊ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഭംഗിയായി ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. 21-ാമത്തെ വാക്യം, കണ്ണിന് കൈയോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. ഇതിനകത്തൊരു സെൽഫ് സഫിഷ്യൻസി ഉണ്ടാകരുത്. നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഓണസ്റ്റ്ലി നമുക്ക് പലപ്പോഴും ചിന്തിക്കുമോ, ഇത്ര 10 പേര് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന, നമുക്ക് പ്രയോജനമുണ്ടെന്ന് നമ്മൾ തോന്നുന്ന 10 പേരുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കണമെന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ അങ്ങനെയല്ല. വളരെ വ്യക്തമായിട്ട് ഐ ഹാവ് നോ നീഡ് ഓഫ് യു, ദാറ്റ്സ് എ ലാംഗ്വേജ് ഓഫ് സെൽഫ് സഫിഷ്യൻസി. ഇന്ന് ആൾക്കാരൊന്നും സഭയിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അത് നമുക്ക് തോന്നുന്നതാണ്. കാര്യം നമ്മുടെ ബുദ്ധിയൊക്കെ അത്രത്തോളേ ഉള്ളൂ. നമുക്കതിനെ ഇതുവരെ നമുക്കതിനോട് മനസ്സിലാക്കുവാനായിട്ട് ദൈവത്തിന്റെ ആ നോളജ് നമ്മുടെ നോളജിനകത്തുള്ള കാര്യമല്ലല്ലോ. അത് ദൈവത്തിന്റെ ആ വലിയ ആ അറിവിനകത്താണ് ഓരോരുത്തരെയും നമ്മുടെ ലൈഫിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ സഭയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ ഇതെല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ വളരെ ഹംബിൾ ആയിരിക്കും. കാര്യങ്ങളോട് റിയാക്ട് ചെയ്യുന്നത്, നമ്മുടെ റിയാക്ഷൻസ് എല്ലാം അതിനനുസരിച്ച് മാറുവാനായിട്ട് ഇടയാകും. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, the prophecy or knowledge needs the ഹാൻഡ്സ്. ഒരു ജസ്റ്റ് ഒരു ഇലിസ്ട്രേഷൻ പോലെ പറഞ്ഞാൽ അതൊരു പ്രാക്ടിക്കൽ സർവീസ് ആയിരിക്കണം. ഇപ്പം തലയ്ക്ക് ഈ ഐയും വേണം, ഹാൻഡും വേണം. ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിലേ തലയുടെ ഫങ്ഷൻസ് നടക്കത്തുള്ളൂ. അപ്പം ഹാൻഡ് ചിന്തിക്കാം ഞാനാ എല്ലാം ചെയ്യുന്നതെന്ന്, പക്ഷെ കാണാനായിട്ട് കണ്ണില്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് അതില്ലാത്തപ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. ഇത് വെച്ചിട്ടാണ് പൗലോസ് അവിടെ പറയുന്നത്. എത്ര മനോഹരമായിട്ടാണ് ഈ ഭാഗം നമുക്ക് ഇന്റർ ഡിപ്പെൻഡൻസ് എത്രത്തോളം ദൈവസഭയിൽ ഉണ്ടെന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പലപ്പോഴും ഈ വിശുദ്ധിയുടെ കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ അടികൂടാറുണ്ട്. എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഡിപ്പെൻഡഡ് ആയിട്ടാണ് ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകൾ, കൃപാവരങ്ങളെ ദൈവം നൽകിയിട്ടുണ്ട്. 22-ാമത്തെ വാക്യം, ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. On the contrary, the parts of the body that seems to be weaker is indispensable. ഇപ്പം ഒരു അവയവവും ബോഡിയിൽ ഇൻഡിസ്പെൻസിബിൾ അല്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. ഇതെല്ലാം ദൈവസഭയിൽ നിന്ന് ഇതെല്ലാം അനിവാര്യമായ ഒരു കാര്യമാണ്. ഓരോ വ്യക്തികളും അതിന്റെ പാർട്ടാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒരിക്കലും ഒരു ക്യാൻസർ ആയിട്ട് മാറരുത്. ആ ഒരു സൈഡും കൂടെ നമുക്ക് ചിന്തിക്കണമല്ലോ. ഒരു ക്യാൻസർ ഒരു ശരീരത്തിനുണ്ടെങ്കിൽ ആ ഓർഗൻസിനെ പലപ്പോഴും അതിനകത്ത് നടത്തി മാറ്റാറുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവും പലപ്പോഴും അങ്ങനെയുള്ള ഭാഗങ്ങൾ ദൈവസഭയിൽ നടത്തി മാറ്റാറുണ്ട്. അല്ലാതെ ഇതിന്റെ കഴിവോ
അതിൻ്റെ എബിലിറ്റിയോ വെച്ചിട്ട് അതിന് ഇമ്പോർട്ടൻസ് വെച്ചിട്ടല്ല ദൈവസഭയിൽ നിന്ന് അവയവങ്ങൾ മാറുന്നത്. പകരം അവരെല്ലാം അവിടെ പ്ലേസ് ചെയ്തേക്കുന്നതിനകത്ത് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. അതിനകത്ത് ഒരു ഉദാഹരണം പറഞ്ഞ മോസ്റ്റ് വൈറ്റൽ ഓർഗൻസ് ലൈക്ക് ഹാർട്ട്, ലങ്സ്, ബ്രെയിൻ, ഇതെല്ലാം ഇത് ഹിഡൻ ആയിട്ടുള്ള ഓർഗൻസ് ആണ്. പക്ഷെ ഇതെല്ലാം മോസ്റ്റ് ഫ്രജൈൽ ബൈ ഡിസൈൻ ആണ്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശരീരത്തിന് ഇതൊന്നും ഇല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യുവാനായിട്ട് കഴിയത്തില്ല എന്നുള്ള കാര്യവും ഇവിടെ നാം ഓർക്കണം. അതിൻ്റെ 23-24 വാക്യങ്ങൾ വായിക്കാം. ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു. നമ്മിൽ അഴകു കുറഞ്ഞവയ്ക്ക് അധികം അഴകു വരുത്തുന്നു. നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ. നമ്മുടെ ശരീരത്തിൽ തന്നെ നിങ്ങൾക്ക് എല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷനും ഒന്നും ചെയ്യാത്ത ഒരു അവയവത്തിനായിരിക്കും നമ്മൾ പലപ്പോഴും ഒരുപാട് മാന്യവും അഴകും ഒക്കെ കൊടുത്ത് ഒരുപാട് കെയർ ചെയ്ത് നമ്മുടെ ഫേസ് ഒക്കെയാണ് പലരെയും കാണുന്നത്. എന്നാൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ശരീരത്തിന്റെ നിത്യമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഈ ഫേസ് ചെയ്യുന്നില്ല എങ്കിൽ പോലും ഇതിന് നമ്മളൊരു വളരെ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്ത് കെയർ ഒക്കെ കൊടുത്ത് നമ്മളിങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം പറയാനുള്ളത്, ദൈവസഭയിൽ എല്ലാവരും ഒരുപോലെ അല്ല, എല്ലാവർക്കും വേണ്ട കെയറും ഒരുപോലല്ല. പലപ്പോഴും നമുക്ക് തോന്നാം ഇന്ന വ്യക്തിക്ക് എന്തിനാണ് ഇത്രയും കെയർ കൊടുക്കുന്നത്. അതൊക്കെ പരിശുദ്ധാത്മാവിന്റെ കയ്യിലുള്ള കാര്യമാണ്. ചിലരെ ദൈവം വളരെ കെയർഫുൾ ആയിട്ട്, ചിലത് ഫ്രജൈൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവർക്കൊരു എക്സ്ട്രാ കെയർ കൊടുക്കണം. അവരോട് ഒരാഴ്ച സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ അവർ ഉടനെ വേറെ പലതും ചിന്തിക്കും. അവരെ ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും വിളിക്കണം. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഡിഫറെന്റ് നേച്ചേഴ്സിനെ എല്ലാം കൂടെ പരിപാലിക്കുന്ന ഒരു വലിയ ഒരു 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 ഫങ്ഷൻ പരിശുദ്ധാത്മാവിനുണ്ട്. അത് ഇങ്ങനെയാണ് ദൈവസഭ ഒരു ബോഡി ആയിട്ട് നിൽക്കുന്നത്. 25-26 വാക്യങ്ങൾ കൂടെ വായിച്ച് നമുക്ക് ഇവിടെ നിർത്താം. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതിനാൽ ഒരവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടി കഷ്ടം അനുഭവിക്കുന്നു. ഒരവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടി സന്തോഷിക്കുന്നു. നമുക്കെല്ലാം അറിയാം, എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാനായിട്ട് കഴിയും. ഒരു ഓട്ടക്കാരൻ ഓട്ടത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാലുകൊണ്ടാണ് ഓടിയതെങ്കിലും ഒരിക്കലും പത്രത്തിൽ ഫോട്ടോ വരുമ്പോൾ പുള്ളിയുടെ കാലിന്റെ പടമല്ലല്ലോ വരുന്നത്, തൻ്റെ ഒരു ഫുൾ പിക്ചർ ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഫേസിന്റെ പിക്ചർ ആയിരിക്കും വരുന്നത്. എന്തായിരുന്നാലും ഈ അധ്വാനിച്ചതിനൊന്നും ആയിരിക്കത്തില്ല പലപ്പോഴും മാനം വരുന്നത്. ഈ മാനം വരുന്നത് ഒരു കാര്യം പറയുന്നത്, ഈ മാനം വരേണ്ടത് ആ ബോഡിക്കാണ്, ആ ഓൾ ബോഡിക്കാണ് മാനം വരേണ്ടത്. അതുപോലെ തന്നെയാണ് നമ്മളെ ശുശ്രൂഷകൾ കൊണ്ട് ദൈവസഭയ്ക്കാണ് മാനം വരേണ്ടത്, ഒരിക്കലും അവയവത്തിനല്ല അതിൻ്റെ ഒരു മാനവും വരുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യവും പൗലോസ് ഇവിടെ പറയുന്നത്, മ്യൂച്വൽ സഫറിങ് ആൻഡ് മ്യൂച്വൽ ഓണർ. ഒരു ശരീരത്തിന് എന്തെങ്കിലും ഒരു കേടുണ്ടെങ്കിൽ, ഒരു ശരീരത്തിന് എന്തെങ്കിലും ഒരു വേദനയുണ്ടെങ്കിൽ അതൊരിക്കലും ആ ശരീരത്തിൽ മാത്രമല്ല നിൽക്കുന്നത്, കണ്ണിലും അത് ശരീരത്തിലെല്ലാം അത് അതിൻ്റെ എഫക്റ്റ് ഉണ്ട്. നമ്മുടെ ബ്രെയിനിലാണെങ്കിലും നമ്മുടെ ചിന്തയിലാണെങ്കിലും എല്ലാം ഈ അവയവത്തെ ഓർത്ത് വിഷമിക്കാറുണ്ട്. ഈ അവയവത്തിനെ എങ്ങനെയെങ്കിലും ഒരു കാലിന് വയ്യെങ്കിൽ അടുത്ത കാലം അത്രയും കൂടെ എഫർട്ട് എടുത്തിട്ടാണ് പലപ്പോഴും നമ്മുടെ മൊബിലിറ്റിയൊക്കെ സംഭവിക്കുന്നത്. അതുപോലെ ഒരു കണ്ണിന് അല്പം കാഴ്ച കുറഞ്ഞാൽ മറ്റേ കണ്ണ് അത്രയും കൂടെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഇതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട്. അതുപോലെയാണ് ഒരവയവത്തിന് എന്തെങ്കിലും കേടുണ്ടെങ്കിൽ ഇത് ആ അവയവത്തെ മാത്രമല്ല ബാധിക്കുന്നത്, ഈ ഓൾ ബോഡിയെ ബാധിക്കും. അതുപോലെയാണ് ദൈവസഭയിലും ഒരവയവത്തിന് എന്തെങ്കിലും കേട്ടിട്ട്, ഞാൻ ഈ പറഞ്ഞ ഒരു ലോക്കൽ ചർച്ച് എന്ന് മാത്രമല്ല, ആസ് എ ഗ്ലോബൽ ചർച്ച് ഇന്ന് പലപ്പോഴും ഇന്ന് മൈൽസുകൾ അകലെ ഇരിക്കുന്ന നമുക്കും ഇന്ന് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ, അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ, മനസ്സിലുണ്ടാക്കുന്ന വേദനയും ചലഞ്ചസും ഇന്നും ആ സഹോദരങ്ങളെയൊക്കെ വിളിക്കുകയും ആ കാര്യങ്ങളൊക്കെ അറിയാൻ കാണിക്കുന്ന ഉത്സാഹത്തിന് അത് മറ്റൊന്നും കൊണ്ടല്ല, വി ആർ ഓൾ ആസ് എ വൺ ബോഡി.
ഒരിടത്ത് സഫറിങ് ഉണ്ടാകുമ്പോൾ ഐ ഡോണ്ട് കെയർ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നമുക്ക് ഇവിടെ ഇരിക്കാനായിട്ട് കഴിയത്തില്ല. അതാണ് നമ്മളെ ഒരു ശരീരമാക്കി മാറ്റുന്നത്. മറ്റുള്ളവരുടെ വിഷയങ്ങളെല്ലാം നമ്മളെ ബാധിക്കും. അതുപോലെ തന്നെ അവിടുത്തെയുള്ള മാന്യതകളെല്ലാം നമ്മളെ ബാധിക്കും. എങ്ങും ഇതുവരെ കേട്ടിട്ടില്ലാതെ, എനിക്ക് ഭാഷ പോലും അറിഞ്ഞുകൂടാത്ത പല സ്ഥലങ്ങളിലും ഒരു റിവൈവൽ ഉണ്ടാകുന്ന പറയുമ്പോൾ ശരീരത്തിലും നമ്മുടെ മനസ്സിലും ഒക്കെ ഉണ്ടാകുന്ന വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ സാർ, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വി ആർ ഓൾ പാർട്ട് ഓഫ് ദാറ്റ് ബോഡി. അതറിയോ, അത് നമ്മൾ ഉണ്ടാകുന്നില്ലെങ്കിൽ വി നീഡ് ടു ബി കെയർഫുൾ. നമ്മൾ ആ ശരീരത്തുമായിട്ട് അത്രയ്ക്ക് നാം ഇഴുകി ചേർന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആസ് എ ഗ്ലോബൽ ചർച്ച് എവിടെ ഉണ്ടാകുന്ന വിഷയങ്ങളും അത് നമ്മുടെ വിഷയമായിട്ട് മാറുന്നത് അതുകൊണ്ടാണ്. നമുക്ക് ഒരു ശരീരമായിട്ട് ദൈവം നമ്മളെ കൂട്ടിയോജിപ്പിച്ചു. ആ വലിയ ഉത്തരവാദിത്വം ഒരിക്കലും മറന്നു പോകാതെ, ഇതിനകത്ത് ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. എന്നാൽ ഈ പരിശുദ്ധാത്മാവിനാലാണ് നമ്മളെ ഒരുമിപ്പിച്ചത്. നമുക്കിവിടെ ഉള്ള പ്രിയപ്പെട്ടവർക്കൊക്കെ അറിയാൻ, കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പൊരു വൈറ്റ് ആയിട്ടുള്ള വ്യക്തി നമ്മുടെ ഇംഗ്ലീഷ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന അദ്ദേഹം മലയാളം മീറ്റിങ്ങിലും കൂടെ കഴിഞ്ഞ ആഴ്ച അറ്റൻഡ് ചെയ്യാനായിട്ടിടയായി. മലയാളത്തിലാണ് പാട്ടൊക്കെ പാടുന്നത്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഞങ്ങൾക്കൊന്നും മനസ്സിലായി കാണത്തില്ലല്ലോ, എങ്ങനെ അവിടെ നിന്നെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഭാഷയേ ഉള്ളൂ മനസ്സിലാകാത്തത്, ആത്മാവിൽ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ കൂടെ ആരാധിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഭാഷയൊന്നും ഒരു പ്രശ്നമല്ല. ആ ആത്മസാന്നിധ്യത്തിൽ നമ്മളെല്ലാം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഞാൻ പറഞ്ഞത്, ഇതിനോട് നമുക്ക് ഇഴുകിച്ചേരുവാനായിട്ട് കഴിയും. നമുക്ക് അറിഞ്ഞൂടാത്ത ഭാഷകളാണെങ്കിൽ പോലും നമുക്കുടെ സഹോദരങ്ങൾ എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവിനെ ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്നത്. ആ വലിയൊരു കോൺസെപ്റ്റ് ഈ ദിവസങ്ങളിൽ നമുക്ക് പിന്നെയും ഒന്ന് മനസ്സിലാക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ പിന്നെയും ഒന്ന് ഈ സൈലോസ് ഒക്കെ ഒന്ന്, ഡിവിഷൻസ് ഒക്കെ ഒന്ന് മാറി ദൈവസന്നിധിയിൽ ഒന്നൊന്നാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വചനങ്ങളാൽ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.